PM ശ്രീ വിവാദം ഇതും LDF സർക്കാരിൻ്റെ കാലത്ത് LDF സർക്കാർ ഒപ്പിട്ട ഒരു സംഗതിയാണ്. ഇതിൽ UDF എന്ത് നിലപാടെടുക്കും എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നു. കേരളം തന്നെ ഉറ്റുനോക്കിയിരുന്നു. അന്ന് PM ശ്രീയെ എതിർത്ത ഒരു കാരണവശാലും PM ശ്രീ സംസ്ഥാനത്ത് തങ്ങൾ അധികാരത്തിൽ വന്ന് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞ ലീഗ് കൂടി ഭാഗമായ ഒരു മന്ത്രിസഭയാണ് ഇപ്പോഴുള്ളത്. പക്ഷേ PM ശ്രീ നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ച പശ്ചാത്തലം പിന്മാറാൻ പറ്റില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും വ്യക്തമാക്കിയ സാഹചര്യം കൗതുകമുണർത്തുന്നതാണ്. അതിൽ ഇന്ന് നിയമസഭയിൽ PM ശ്രീ വിവാദം നിയമസഭയെ പ്രക്ഷുബ്ധമാക്കുമെന്ന വിവരം കൂടി പുറത്തുവിടുന്നുണ്ട്. സർക്കാർ സംഘപരിവാർ അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. മനസ്സിലാക്കണം, PM ശ്രീയുമായി ബന്ധപ്പെട്ട് LDF സർക്കാരിൻ്റെ കാലത്താണ് ആദ്യ അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ളത്. CPIയുടെ വലിയ എതിർപ്പ് ഇതിലുണ്ടായിരുന്നു. തുടർന്ന് ഒപ്പിട്ടെങ്കിലും നടപ്പിലാക്കാൻ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാതിരുന്ന ഒരു സർക്കാരാണ് അത്. അന്ന് വലിയ വിമർശനം ശിവൻകുട്ടിക്കെതിരെയും പിണറായി വിജയനെതിരെയും ഒക്കെ ഉണ്ടായ പശ്ചാത്തലം കൂടിയുണ്ട്. സംഘപരിവാറിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കേന്ദ്ര സർക്കാരിന് വഴങ്ങി എന്നായിരുന്നു അന്ന് ഉയർന്ന വിമർശനം. അതിന് തുടർച്ചയായി ഇപ്പോൾ സമാനമായ വിമർശനം നേരിടുന്നത് UDF സർക്കാരാണ്, സതീശൻ സർക്കാരാണ്. പക്ഷേ വിമർശനം ഉന്നയിക്കുന്നത് അന്നൊപ്പിട്ട അതേ പ്രതിപക്ഷമാണ് എന്നതുകൂടി ആലോചിക്കണം. ഇടത് സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട കരാറിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിൽ റൂൾ 50 നോട്ടീസ് ആയി വിഷയം സഭയിൽ കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ ആലോചന. സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള ചർച്ചയും ഇന്ന് സഭയിൽ ആരംഭിക്കുകയാണ്. BV അരുണ് ചേരുന്നു. അരുണ്, അസാധാരണമായ ഒരു രാഷ്ട്രീയ തർക്കമാണല്ലോ അരുണ്. ഒരു കഴിഞ്ഞ സർക്കാർ ഒപ്പിടുന്നു, തുടരാൻ ഈ സർക്കാർ തീരുമാനിക്കുന്നു. സർക്കാരുകൾ തുടർച്ചയാണ് എന്നുള്ള വാദമാണ് പ്രധാനമായി ഉള്ളത്. ഒപ്പിട്ടതിനാൽ പിന്മാറാൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്കും കൂടി UDF സർക്കാർ എത്തുകയാണ്. എങ്ങനെയാണ് ഈ വിഷയം UDF സഭയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് പ്രതിപക്ഷം എന്ന സഭയിൽ കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഏതായാലും തീരുമാനമായി കഴിഞ്ഞു. നമുക്ക് ലഭിക്കുന്ന സൂചന ഇന്നലെ ലഭിച്ച സൂചന അനുസരിച്ച് PM ശ്രീ വിവാദമാകും ഇന്ന് സഭയിൽ വരിക. PM ശ്രീയിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ പ്രതിപക്ഷത്തിനുണ്ട്. പ്രതിപക്ഷമാണ് ഇന്നത്തെ പ്രതിപക്ഷം സർക്കാരിലുണ്ടായിരുന്നപ്പോഴാണ് എല്ലാ തീരുമാനവുമായതെന്ന് സർക്കാരും പറയുന്നു. അതായത് PM ശ്രീ കരാറിൽ ഒപ്പിട്ടത് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലാണ്. V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും മാത്രം അറിഞ്ഞ് മന്ത്രിസഭ ഇരുട്ടി നിർത്തിയ തീരുമാനമാണ്. അന്ന് അങ്ങനെ കരാറിൽ ഒപ്പിട്ടത് കൊണ്ടാണ് ഇപ്പോൾ ഈ സർക്കാരിന് മറ്റു വഴികളില്ലാത്തതെന്ന് VD സതീശൻ മുഖ്യമന്ത്രി തന്നെ പറയുന്നു.